ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്നു വന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു. ഈ മാസം 28-നായിരുന്നു പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചത്. 3 ദിവസങ്ങളായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തക പ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും ഭാഗമായതായി സംഘാടകർ പറഞ്ഞു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിരുന്ന ഇ.ജി. സത്യൻ നഗറിലായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടന്നത്. അഡ്വക്കേറ്റ് എ. രാജ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പുസ്തകോത്സവത്തിന് 28-ന് തുടക്കം കുറിച്ചത്. പുസ്തകോത്സവത്തിന് കഴിഞ്ഞ ദിവസം സമാപനമായി. 3 ദിവസങ്ങളായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തക പ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും ഭാഗമായതായി സംഘാടകർ പറഞ്ഞു. 60-ലധികം സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചത്. നിരവധിയായ പ്രസാധകരുടെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ലൈബ്രറികൾ മാത്രമല്ല അടിമാലിയുടെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധിയായ ആളുകൾ വായനയെ പ്രേമിക്കുന്നവർ, വായനയെ ഇഷ്ടപ്പെടുന്നവർ വന്ന് പുസ്തകം എടുക്കാനുള്ള സൗകര്യമാണ് ഈ പുസ്തകോത്സവത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചത്. വളരെ ഭംഗിയായി ഈ പുസ്തക ഉത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കി തന്ന അടിമാലി ഗവൺമെൻറ് സ്കൂളിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതിന് എല്ലാ കാര്യത്തിലും സഹകരിച്ച ഇവിടുത്തെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തകർ, ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തകർ, ഇതിൻ്റെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ, താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ജീവനക്കാർ, ഇതിൻ്റെ സംഘാടക സമിതി മുഴുവൻ ആളുകൾക്കും ഈ പുസ്തകമേളയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നിരുന്നു. കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെ പ്രകാശനവും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. സാഹിത്യ ക്വിസും കലാസന്ധ്യയും പുസ്തകോത്സവത്തെ ചലനാത്മകമാക്കി. ജില്ലയിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി. 250-ലധികം ലൈബ്രറികളുടെ സഹകരണം പുസ്തകോത്സവത്തിന് ലഭിച്ചു. 60-ലധികം സ്റ്റാളുകൾ ക്രമീകരിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി.